ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സൗഖ്യത്തിൻ്റെ നിയമങ്ങൾ. സൗഖ്യത്തിന് നിയമങ്ങളുണ്ടോ? സൗഖ്യം സ്വീകരിക്കുവാൻ നിയമങ്ങളുണ്ടോ? ദൈവത്തിൻ്റെ വചനത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില സത്യങ്ങൾ പ്രായോഗികമാക്കുന്നതിലൂടെ കർത്താവിൽ നിന്നുള്ള സൗഖ്യം നമുക്ക് സ്വീകരിക്കുവാൻ കഴിയും. ഒരു നിമിഷം കൊണ്ട് നടക്കുന്ന അത്ഭുത സൗഖ്യമുണ്ട്. ഒരു ദൈവദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി നടക്കുന്ന അത്ഭുത സൗഖ്യമുണ്ട്. എന്നാൽ വചനത്തിലൂടെ സൗഖ്യം സ്വീകരിക്കുവാൻ കഴിയും. ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഹീലിംഗ് വചനത്തിലൂടെ സ്വീകരിക്കുവാൻ കഴിയും. പടിപടിയായിട്ട് ആ സൗഖ്യം വചനത്തിലൂടെ സ്വീകരിച്ച് ആ സൗഖ്യം നമ്മുടേതാക്കി തീർക്കുവാൻ കഴിയും. അതിനെ വേണമെങ്കിൽ സൗഖ്യത്തിൻ്റെ നിയമങ്ങൾ, സൗഖ്യവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ആ വാക്ക് ഉപയോഗിക്കുന്നത് പ്രായോഗികമായിട്ട് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രകൃതിയിൽ തന്നെ അനേകം നിയമങ്ങളുണ്ടല്ലോ. ഈ പ്രകൃതി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രകൃതി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സൂര്യൻ രാവിലെ ഉദിക്കുന്നു, വൈകുന്നേരം അസ്തമിക്കുന്നു, രാത്രി പകൽ, ഇങ്ങനെ തുടങ്ങി ഈ പ്രകൃതിയിൽ നാം കാണുന്ന അനേകം കാര്യങ്ങൾ അത് കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഒരു നിയമമാണ്. തീർച്ചയായിട്ടും അതിനെ ഒരു നിയമമെന്ന് നമുക്ക് വിളിക്കുവാൻ കഴിയും. ഒരു ലോ എന്ന് നമുക്ക് വിളിക്കുവാൻ കഴിയും. ലോ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ നിന്ന് താഴെ പോവുകയാണെങ്കിൽ അത് മുകളിലേക്ക് പോവുകയില്ല, അത് താഴേക്കാണ് പോകുന്നത്. അത് ഇന്ത്യയിൽ താഴെയിട്ടാലും അത് താഴേക്കാണ് പോകുന്നത്. റഷ്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഭൂമിയിൽ എവിടെ ഒരു വസ്തു കയ്യിൽ നിന്ന് പിടിവിടുമ്പോൾ അത് പോകുന്നത് താഴേക്കാകുന്നു. അതുകൊണ്ടാണ് അതൊരു ലോ ആയിരിക്കുന്നത്. അതൊരു ലോ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കുന്നു. എന്നാൽ ഇവിടെ സംഭവിക്കുന്നൊരു കാര്യം ഇംഗ്ലണ്ടിൽ സംഭവിക്കുന്നില്ല എങ്കിൽ അതൊരു നിയമമല്ല. ഇവിടെ സംഭവിച്ചൊരു കാര്യമെന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കുവാൻ കഴിയും. വേണമെങ്കിൽ അതിനെ ഒരു അത്ഭുതമെന്ന് പറയുവാൻ കഴിയും. എന്നാൽ ഒരു നിയമമാണെങ്കിൽ അത് പ്രഖ്യാപിതമാകുന്നു, എവിടെയും അത് നടപ്പിലാകും. അങ്ങനെ ഈ പ്രകൃതിയിൽ അനേകം നിയമങ്ങളുണ്ട്. എന്നതുപോലെ തന്നെ ദൈവവചനത്തിൽ നിന്ന് ചില അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടേണ്ട ചില പ്രതികരണങ്ങളുണ്ട്. ആ പ്രതികരണങ്ങളെ വേണമെങ്കിൽ ദൈവനിർമ്മിതമാകുന്ന ചില ഉത്തരവാദിത്തങ്ങൾ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങൾ എന്ന് വേണമെങ്കിലും വിളിക്കുവാൻ കഴിയും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സൗഖ്യത്തിൻ്റെ വചനങ്ങൾ കാണുവാൻ കഴിയുന്നു. പഴയ നിയമത്തിലെ മറ്റൊരു ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാമത്തെ അധ്യായം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ 103-ാം സങ്കീർത്തനത്തിലെ വചനങ്ങളും പുറപ്പാട് പുസ്തകം 23-ാമത്തെ അധ്യായത്തിലെ വചനഭാഗങ്ങളും വായിക്കുകയുണ്ടായി. പഴയ നിയമത്തിൽ നമുക്ക് സൗഖ്യത്തിൻ്റെ ധാരാളം വചനങ്ങൾ കാണുവാൻ കഴിയുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാമത്തെ അധ്യായം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത് മശിഹയെക്കുറിച്ചുള്ള ഒരു പ്രവചനമാകുന്നു. മാനവകുല രക്ഷിതാവാകുന്ന യേശുവിനെക്കുറിച്ചുള്ളൊരു പ്രവചനമാണ്. യെശയ്യാവ് ഏകദേശം 1000 വർഷം അല്ലെങ്കിൽ 800 വർഷങ്ങൾക്ക് മുന്നമേ ക്രൂശിനെ കണ്ടുകൊണ്ട് പ്രവചിക്കുകയാണ്. കർത്താവാകുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി യാഗമായി തീരുന്ന ആ മഹായാഗത്തെ കണ്ടുകൊണ്ട് യെശയ്യാവ് പ്രവചിക്കുകയാണ്. എന്നാൽ ഈ പ്രവചനം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇതൊരു പ്രവചനമാണ്. ഈ പ്രവചനത്തിൽ തന്നെ ചില വർത്തമാനകാല സാധ്യതകൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്നു. അന്ന് തന്നെ അവർക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വാഗ്ദാനങ്ങൾ, ഈ പ്രവചനങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ അവർക്ക് സ്വന്തമാക്കുവാൻ കഴിയുമായിരുന്നു. പഴയ നിയമവിശ്വാസികൾക്ക് തന്നെ സ്വന്തമാക്കുവാൻ കഴിയുമായിരുന്നു. അങ്ങനെ ആർക്കെങ്കിലും കഴിഞ്ഞോ എന്നെനിക്കറിയില്ല.
തീർച്ചയായിട്ടും വെളിപ്പാട് കിട്ടിയവർക്ക്, പ്രാർത്ഥനയിൽ സമയം ചിലവഴിച്ചവർ, ദൈവവുമായി അടുത്ത ബന്ധത്തിൽ ജീവിച്ചവർ, അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു കാണും എന്ന് ഉറപ്പിക്കാം. ദാവീദിൻ്റെ അനുഭവം തന്നെ ശ്രദ്ധിക്കുക. നിയമം അനുസരിച്ച് ദാവീദ് കൊല്ലപ്പെടേണ്ടതായിരുന്നു. ബർഷേബയുമായുള്ള തൻ്റെ അവിഹിത ബന്ധം അത് മുഖാന്തരമായിട്ട് വ്യഭിചാരം ചെയ്തതിനാൽ ദാവീദ് കൊല്ലപ്പെടേണ്ടതായിരുന്നു. മോശയുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദാവീദ് കൊല്ലപ്പെടേണ്ടതായിരുന്നു. എന്നാൽ ദൈവകൃപയെക്കുറിച്ചുള്ളൊരു വെളിപ്പാട് ലഭിച്ചതുകൊണ്ടാണ് പാപക്ഷമ ലഭിച്ചത്. പഴയ നിയമത്തിൽ, മോശയുടെ നിയമത്തിൽ പാപക്ഷമ എന്ന് ഒന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ക്ഷമ എന്നത് മോശയുടെ നിയമത്തിലല്ല. നിയമത്തിൽ തെറ്റ് ചെയ്തവൻ അവൻ കുറ്റക്കാരനാകുന്നു, കുറ്റക്കാരൻ ശിക്ഷയ്ക്ക് വിധേയനാകണം. ശിക്ഷ ഒഴിവാകുന്ന ഒരു കാര്യം നമുക്ക് മോശയുടെ നിയമത്തിൽ കാണാൻ കഴിയുന്നില്ല. ദാവീദിന് ശിക്ഷ ഒഴിവാക്കപ്പെടുകയും പാപക്ഷമ ലഭിക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കൃപയാണ് അവിടെ വ്യാപരിച്ചത്. ആ സമയത്ത് തന്നെ, പഴയ നിയമകാലത്ത് തന്നെ ദൈവകൃപ വ്യാപരിച്ചു എന്ന് വ്യക്തമല്ലേ? എല്ലാവർക്കും അത് സ്വന്തമാക്കുവാൻ കഴിഞ്ഞില്ല. ദൈവവുമായി അടുത്ത ബന്ധമുള്ളവർക്കാണ് ആ വെളിപ്പാട് ലഭിച്ചത്. അവർക്കത് സ്വന്തമാക്കുവാൻ കഴിഞ്ഞു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവിടെ നോക്കുക, വഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വഹിക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. വേദനകളെ ചുമക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ചുമന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് തന്നെ വർത്തമാനകാല സാധ്യതയുണ്ട് എന്നല്ലേ ഇത് നമുക്ക് നൽകുന്ന സന്ദേശം. പഴയ നിയമ വിശ്വാസികൾക്ക് തന്നെ യെശയ്യാവ് 53-ന്റെ അനുഗ്രഹം സ്വീകരിക്കുവാൻ കഴിയുമായിരുന്നു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ഇത് നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ ഇത് നമുക്ക് വേണ്ടിയുള്ള വചനങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ അന്നിത് വായിച്ചവർക്ക്, അവർക്കിത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ, അനുഭവിക്കുവാൻ കഴിയുമായിരുന്നില്ലേ? സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ക്രൂശിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ക്രൂശിൽ യേശു യാഗമായി തീരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ ക്രൂശിനെക്കുറിച്ചുള്ള ആഴമേറിയൊരു വെളിപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. 13-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ. ഭൂമിയിൽ യേശു കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. എന്നാൽ യേശുവിൻ്റെ യാഗത്തെക്കുറിച്ച്, കുഞ്ഞാടിൻ്റെ യാഗത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. സ്വർഗതലങ്ങളിൽ ഭൂതകാല ഭാവികാല വ്യത്യാസമില്ല. ഈ വചനം എങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത് അറിയില്ല. എങ്കിലും ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. അതിൻ്റെ അക്ഷരീക നിവർത്തീകരണം 2000 വർഷങ്ങൾക്ക് മുന്നമേ കാൽവറി ക്രൂശിലാണ് സംഭവിച്ചത്. യേശു നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. ഭൂമിയുമായുള്ള ബന്ധത്തിൽ അതിൻ്റെ അക്ഷരീക നിവർത്തീകരണം 2000 വർഷങ്ങൾക്ക് മുന്നമേ കാൽവറി ക്രൂശിൽ സംഭവിച്ചു. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. പഴയ നിയമവിശ്വാസികൾക്ക് ക്രൂശിൻ്റെ സാധ്യത അവർക്ക് ലഭിക്കുമായിരുന്നുവോ? വ്യക്തമായി മറുപടി പറയുവാൻ തക്കവണ്ണമുള്ള പാണ്ഡിത്യം ഈ മേഖലയിൽ എനിക്കില്ല. എങ്കിലും യെശയ്യാവ് 53-ന് വർത്തമാനകാല സാധ്യതയുണ്ടായിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അന്ന് വെളിപ്പാട് ലഭിച്ചവർക്ക്, അവർക്ക് രോഗസൗഖ്യം ഈ വചനത്തിലൂടെ സ്വീകരിക്കുവാൻ കഴിയുമായിരുന്നു. കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത്, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവർക്ക് അന്ന് തന്നെ സൗഖ്യം ഈ വചനത്തിലൂടെ സ്വീകരിക്കുവാൻ കഴിയുമായിരുന്നു. ഇന്ന് പുതിയ നിയമ വിശ്വാസികൾക്ക് എത്ര അധികമായിട്ട് ഈ വചനത്തിലൂടെ രോഗസൗഖ്യം സ്വീകരിക്കുവാൻ കഴിയും. യേശു നമുക്ക് വേണ്ടി
പരമയാഗമായി തീർന്നു. നമ്മുടെ സകല പാപങ്ങളും യേശു ക്രൂശിൽ വഹിച്ചു. നമ്മുടെ സകല രോഗങ്ങളും യേശു ക്രൂശിൽ വഹിച്ചു. നമ്മുടെ സകല ശാപങ്ങളും യേശു ക്രൂശിൽ വഹിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെ രോഗങ്ങളെ അവിടുന്ന് വഹിച്ചതിനാൽ, വേദനകളെ അവിടുന്ന് ചുമന്നതിനാൽ സൗഖ്യം സ്വന്തമാക്കുവാൻ കഴിയും. വേദന കൂടാതെ ജീവിക്കുവാൻ കഴിയും. വേദനയെ ഒരിക്കലും ടോളറേറ്റ് ചെയ്യരുത്, അതിനെ വെച്ചുകൊണ്ടിരിക്കരുത്. ആ വേദനയെ നിങ്ങൾ കീഴ്പ്പെടുത്തുവാൻ തയ്യാറാകണം. അതിന് സഹായകരമാകുന്ന ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് വെളിപ്പെട്ട് കിട്ടിയോ? വ്യക്തമായിട്ടൊരു മറുപടി പറയാൻ കഴിയത്തില്ല. ഇന്ന് നമ്മളിങ്ങനെ വചനത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. പലപ്പോഴും നമ്മൾ പ്രായോഗികമാക്കുന്ന പല വചനത്തിലെ സത്യങ്ങളും അത് പ്രായോഗികമാക്കിയതിന് ശേഷവും ഫലങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലങ്ങൾ കാണാതെ വരുന്നതിനാൽ വചനത്തിലൂടെ ലഭ്യമാകുന്ന ആ സാധ്യതകൾ ഇല്ല എന്നൊരിക്കലും നമുക്ക് പറയുവാൻ കഴിയത്തില്ല. അവിടെ ദൈവമല്ല പരാജയപ്പെട്ടിരിക്കുന്നത്, നമ്മളാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. അവിടുന്ന് ഒരിക്കലും പരാജയപ്പെടുന്നില്ല. അവിടുത്തെ വചനത്തിനൊരിക്കലും പരാജയം സംഭവിക്കുന്നില്ല. മാറ്റമില്ലാത്ത അവിടുത്തെ വചനം. ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യം, ചില തത്വങ്ങൾ ഞാൻ നടപ്പിലാക്കിയതുകൊണ്ട് എനിക്ക് ലഭ്യമായില്ല എന്നതിനാൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അസത്യമായി തീരുന്നില്ല. വചനം കൺഫസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സൗഖ്യം ലഭിക്കും എന്നുള്ളത് വചനത്തിലൂടെ എനിക്ക് വെളിപ്പെട്ട് കിട്ടി. അന്നു മുതൽ ഞാൻ വചനമേറ്റു പറയുന്നു. വചനമേറ്റു പറഞ്ഞതിന് ശേഷവും ചില ഫലങ്ങൾ, ഞാൻ പ്രതീക്ഷിക്കുന്ന ചില ഫലങ്ങൾ കാണുന്നില്ല എന്നതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിനും മാറ്റം വരുന്നില്ല. അവിടെ എന്തോ ഒരു കാര്യം കൂടെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കൂടെ എനിക്ക് വെളിപ്പെട്ട് കിട്ടുവാനുണ്ട്. ആ മേഖലയിൽ ഞാനിപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു വെളിപ്പാടിലേക്ക് വന്നിട്ടില്ല. അവിടെ എനിക്കൊരു ഇഗ്നോറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു അറിവുകേടുണ്ട്. കർത്താവിനോടടുത്ത് ഞാൻ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ചില പ്രത്യേക സന്ദർഭങ്ങളിലായിരിക്കും ആ സത്യങ്ങൾ അവിടുന്ന് എനിക്ക് വെളിപ്പെടുത്തി നൽകി തരുന്നത്. എന്നാൽ അറിഞ്ഞതെല്ലാം പ്രായോഗികമാക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ഇന്ന് ലഭ്യമായിരിക്കുന്ന വെളിപ്പാടുകൾ പ്രായോഗികമാക്കുക. നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറാകുക. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുവാൻ വിശ്വസ്തനാകുന്നുവല്ലോ. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 22-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഒരു പ്രധാനപ്പെട്ട തത്വം കാണുവാൻ കഴിയുന്നു. അതിനെ വേണമെങ്കിൽ ഒരു നിയമമൊന്ന് വേണമെങ്കിലും വിളിക്കുവാൻ കഴിയും. 22-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ, നീ ഒരു കാര്യം നിരൂപിക്കും, അത് തന്നെ നിനക്ക് സാധിക്കും. അത് നിനക്ക് സാധിക്കും, നിൻ്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. മലയാളത്തിൽ അത് വ്യക്തമല്ല, ഇംഗ്ലീഷിൽ വായിക്കാം. ജോബ് ചാപ്റ്റർ 22 and verse number 28, you will also declare a thing. You will also declare a thing and it will be established for you. നീ പ്രഖ്യാപിക്കുന്ന കാര്യം നിനക്ക് വേണ്ടി നിവർത്തിക്കപ്പെടും. You will also declare a thing and it shall be established for you. നിനക്ക് വേണ്ടി അത് നിവർത്തിക്കപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് മനസ്സിലാകുന്നത്, ചില പ്രഖ്യാപനങ്ങൾ നടത്തുവാൻ തയ്യാറാകണം. ചില പ്രതിസന്ധികളെ നേരിടുന്ന സന്ദർഭത്തിൽ ആ പ്രതിസന്ധികൾ ഏറ്റുപറയരുത്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റുപറയുവാൻ തയ്യാറാകണം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, ദുർബലൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ. Let the weak say, I am strong. Joel chapter 3 and verse number 10, let the weak say, I am strong. അത് ഒരു ഡിക്ലറേഷനാണ്, ഒരു പ്രഖ്യാപനമാണ്. ഞാൻ സ്ട്രോങ് ആകുന്നു. അങ്ങനെയെങ്കിൽ let the sick say, I am healed. രോഗി സൗഖ്യമായെന്ന് പ്രഖ്യാപിക്കുക. പ്രഖ്യാപനങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. ഹൃദയവും വായും തമ്മിൽ ബന്ധമുണ്ട്. ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം.
അങ്ങനെയാണല്ലോ രക്ഷിക്കപ്പെട്ടത്. റോമാലേഖനം അതിൻ്റെ 10-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് നമ്മിൽ നടന്ന വീണ്ടെടുപ്പിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അപ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക, ഈ രണ്ട് കാര്യങ്ങൾ ചേർന്ന് വരണം. ഇവിടെയാണ് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ഹൃദയത്തിൽ നിന്ന് വിശ്വാസം പുറപ്പെടുമ്പോഴേക്കും മനസ്സിനകത്ത് സംശയ വിചാരങ്ങളും വ്യാകുലതകളും ഭയങ്ങളും ഒക്കെ വന്ന് തടസ്സം സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ട്. മനസ്സിനെ നമ്മുടെ ആത്മാവിൻ്റെ അധീനതയിൽ കൊണ്ടുവരണം. നമ്മുടെ ആത്മാവിൽ ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടല്ലോ, ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ അധീനതയിലേക്ക് ഹ്യൂമൻ മൈൻഡിനെ കൊണ്ടുവന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ആ വിശ്വാസത്തെ മനസ്സിൽ നിറയ്ക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും. മനസ്സിലെപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സംശയ വിചാരം വന്നാലും പെട്ടെന്ന് ക്ഷീണിച്ചു പോകരുത്. ഹൃദയത്തിൽ നിന്ന് വിശ്വാസം പുറപ്പെടണം. ഇല്ല, ഹൃദയത്തിൽ നിന്ന് വിശ്വാസം വന്ന് ഈ മനസ്സിലെ സംശയ വിചാരങ്ങളെ കീഴ്പ്പെടുത്തണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ ആ ഏറ്റുപറച്ചിലിൽ ഡിക്ലറേഷൻസ് ഉണ്ട്. ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കണം. ലെറ്റ് ദ വീക്ക് സേ ഐ എം സ്ട്രോങ്. ദുർബലൻ തന്നെത്താൻ വീരൻ നിന്ന് മതിക്കട്ടെ, അല്ലെങ്കിൽ വീരൻ എന്ന് ഏറ്റുപറയട്ടെ. ലെറ്റ് ദ വീക്ക് സേ ആണല്ലോ, മതിക്കട്ടെ എന്നതിന് പകരം മലയാളത്തിൽ ഏറ്റുപറയട്ടെ. ദുർബലൻ തന്നെത്താൻ വീരനെന്ന് പ്രഖ്യാപിക്കട്ടെ. ആ പ്രഖ്യാപനം അധരത്തിൽ നിന്ന് പുറപ്പെടുന്നു, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത്ഭുതങ്ങൾക്ക് വേണ്ടിയുള്ള വഴി തുറക്കപ്പെടുകയാണ്. രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള വഴി തുറക്കപ്പെടുകയാണ്. നിലവിൽ നേരിടുന്ന ശാരീരിക പീഡയിൽ നിന്ന് യേശു നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. മാനസികമാകുന്ന പീഡയിൽ നിന്ന് യേശു നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വളരെ പരിചിതമാകുന്നൊരു ഭാഗമാണ് മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം. അവിടെ 25 മുതലുള്ള വാക്യങ്ങളിൽ 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നൊരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അപ്പം ചില കാര്യങ്ങൾ ഇവിടെ വളരെ വളരെ വ്യക്തമായിട്ട് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം തത്വങ്ങളാണ്, അല്ലെങ്കിൽ നിയമങ്ങളാണ്. ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ സൗഖ്യത്തിൻ്റെ നിയമങ്ങളെന്ന് വിളിക്കുവാൻ കഴിയും. വിശ്വാസത്തിൻ്റെ നിയമങ്ങളുണ്ടല്ലോ. റോമാലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു പരാമർശം കാണുവാൻ കഴിയുന്നു. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി ഏതു മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസ മാർഗത്താലത്രേ. വിശ്വാസ മാർഗത്താലത്രേ എന്ന് മലയാളത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. റോമാലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം. Where is boasting then? It is excluded by what law? Of works? No, but by the law of faith. Law of faith എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ നിയമങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. But by the law of faith. വിശ്വാസത്താലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. നമ്മൾ ആരും നിയമത്താൽ രക്ഷിക്കപ്പെട്ടവരല്ല, പ്രവൃത്തിയാലും രക്ഷിക്കപ്പെട്ടവരല്ല. എന്നാൽ ഇവിടെ പറയുന്നു വിശ്വാസത്തിന് നിയമങ്ങളുണ്ട്. വിശ്വാസം യാഥാർത്ഥ്യമായി തീരണമെങ്കിൽ, വിശ്വസിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതുമായി ചേർന്ന് വരുന്ന ചില തത്വങ്ങളുണ്ട്. ആ തത്വങ്ങൾ നടപ്പിലാക്കുവാൻ തയ്യാറാകണം. അതിനെ ലോ ഓഫ് ഫെയ്ത്ത് എന്ന് വിളിക്കുവാൻ കഴിയും. ലോ ഓഫ് ഫെയ്ത്ത്. ലോ ഓഫ് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ ലോ ഓഫ് ഹീലിംഗും അങ്ങനെയും നമുക്ക് വിളിക്കുവാൻ കഴിയും. സൗഖ്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിനോട് ചേർന്ന് വരേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ പ്രഥമമാകുന്ന കാര്യങ്ങളാണ് ഞാൻ പരാമർശിച്ചത്. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായ് കൊണ്ട് പ്രഖ്യാപിക്കുവാൻ തയ്യാറാകണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്യണം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം, അവിടെ ഈ സഹോദരിക്കുണ്ടായ ഏറ്റവും വലിയൊരു മാറ്റമെന്ന് പറയുന്നത് 5-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. കണ്ടോടെ, ഹൃദയം, വായ്, കേൾവി, ഈ ഇന്ദ്രിയങ്ങളെല്ലാം ചേർന്ന് വരികയാണ്. കേൾവിയിലൊരു വലിയ മാറ്റമുണ്ടാകുന്നു.
കേൾവിയിലാണ് പ്രധാനമായിട്ടും മാറ്റമുണ്ടാകേണ്ടത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. കേൾവിയിലൊരു വലിയ മാറ്റം ഉണ്ടാകണം. സൗഖ്യത്തിലേക്കാണ് പോകുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ജീവിതത്തിന് ക്രമമുണ്ടാകണം, ഓർഡർ ഉണ്ടാകണം. കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അവസ്ഥകൾക്ക് മാറ്റമുണ്ടായിട്ട് ഡിസിപ്ലിൻ ചെയ്യുവാൻ തയ്യാറാകണം. എന്തു ഞാൻ കേൾക്കുന്നു, എന്തു ഞാൻ വായിക്കുന്നു, എന്തു ഞാൻ കാണുന്നു, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളുകയും. ഈ സ്ത്രീ ആദ്യമായിട്ടാണ് യേശുവിൻ്റെ വർത്തമാനം കേൾക്കുവാൻ തുടങ്ങിയത്. അതോടുകൂടെ അവളുടെ അവസ്ഥയ്ക്ക് മുഴുവൻ മാറ്റമുണ്ടായി. അതിനു മുൻപ് അവൾ ഫിസിഷ്യൻസിൻ്റെ അരികിലല്ലേ പോയത്, ഡോക്ടേഴ്സിൻ്റെ അരികിൽ പോയി ലോകത്തിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ് ആയിരുന്നു അവൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതാ വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. അവൾ കേൾക്കുവാൻ തുടങ്ങുകയാണ്, യേശുവിനെ കുറിച്ച് കേൾക്കുവാൻ തുടങ്ങുന്നു. ഈ ഭാഗം വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ കാര്യമായ നിലയിൽ ഒരു ആത്മീക പുരോഗതി ആഗ്രഹിക്കുന്നവരാകുന്നുവെങ്കിൽ ദൈവവചനം കേൾക്കുവാൻ തുടങ്ങണം. ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ വേണ്ടെന്നു വയ്ക്കണം. ദൈവവചനമല്ലാതെയുള്ള യാതൊരു വാർത്തകളും എനിക്ക് വേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് വരണം. കാര്യമാകുന്ന പുരോഗതി, കാര്യമാകുന്ന ഒരു ആത്മിക വളർച്ച പ്രതീക്ഷിക്കുന്നവരാകുന്നുവെങ്കിൽ, ഇപ്പോൾ അനുഭവിക്കുന്ന ശാരീരിക രോഗത്തിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേൾവിയിൽ വലിയൊരു മാറ്റമുണ്ടാകട്ടെ. കേൾവി എന്ന് പറയുമ്പോൾ വായന കൂടെ ഞാൻ ചേർക്കുകയാണ്. വായനയും കാഴ്ചയും. എന്താണ് കാണുന്നത്? 5 മണിക്കൂർ നിന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചപ്പുചവറുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും, ഒരു കാര്യങ്ങളും ന്യൂട്രൽ അല്ല. ഒന്നുകിൽ അത് റൈച്ചസ് ആണ്, അല്ലെങ്കിൽ അത് അൺറൈച്ചസ് ആണ്. നീതി അല്ലാത്തതെല്ലാം അനീതിയാകുന്നു. അത് നീ സിനിമ കാണുകയാണെങ്കിലും TV-യിൽ വാർത്ത കാണുകയാണെങ്കിലും ഇതെല്ലാം ശ്രദ്ധിക്കണം. അത് നെഗറ്റീവോ പോസിറ്റീവോ ആണ്. ഒന്നുകിൽ അത് പോസിറ്റീവാണ്, പോസിറ്റീവ് അല്ലെങ്കിൽ അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളിലേക്ക് നൽകിത്തരുന്നത്. അവിടെ വളരെ സെലക്റ്റീവ് ആകണം. എന്താണ് ഞാൻ കാണാൻ പോകുന്നത്, എന്താണ് ഞാൻ കേൾക്കാൻ പോകുന്നത്, എന്താണ് ഞാൻ ചിന്തിക്കാൻ പോകുന്നത്, എന്താണ് ഞാൻ ഏറ്റുപറയാൻ പോകുന്നത്, ഈ മേഖലയിലാണ് പ്രധാനമായിട്ടും ഒരു മാറ്റം ഉണ്ടാകേണ്ടത്. ചിലർ ഇതെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം കേട്ട് അറിഞ്ഞ് വായിച്ച് ഡിപ്രഷനിലേക്ക് പോവുകയാണ്. ദൈവത്തിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ദൈവവചനത്തിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർ പാസ്റ്റേഴ്സിൻ്റെ അരികിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെന്നു, രോഗസൗഖ്യത്തിന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെന്നു, പാസ്റ്റേഴ്സ് പ്രാർത്ഥിച്ചു, ഇവർക്കൊന്നും സംഭവിച്ചില്ല. കാരണം ഇവരുടെ ഉള്ളിൽ, ഹൃദയത്തിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം അകത്ത് കയറിയിരിക്കുകയാണ്. കേൾക്കുന്നത്, കാണുന്നത്, അതിലൊന്നും നിയന്ത്രണം വരുത്തിയിട്ടില്ല, മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. ഒരത്ഭുതം കർത്താവിന് അവിടെ ചെയ്യുവാൻ കഴിയുമായിരുന്നു, എന്നാൽ അവർക്കത് സ്വീകരിക്കുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സദൃശ്യവാക്യങ്ങളിൽ നമുക്ക് വളരെ പരിചിതമാകുന്ന വാക്യമാണ് 4-ാമത്തെ അധ്യായത്തിൽ. ഇത് സൗഖ്യത്തിൻ്റെ ഒരു വാക്യമാണ്, വളരെ പ്രധാനപ്പെട്ട സൗഖ്യത്തിൻ്റെ ഒരു വാക്യമാണ്. ഇതോടെ പറഞ്ഞതിന് ശേഷം ഞാൻ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം. അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇത് തുടരുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു ബാക്കി ഭാഗം എന്നതുപോലെ ഇതോടെ ചേർത്ത് വെച്ച് ഞാൻ അടുത്ത എപ്പിസോഡിൽ പങ്കുവയ്ക്കും. അതും നിങ്ങൾ കാണുക. ഗൗരവത്തോടുകൂടെ വചനത്തെ സമീപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ഒരു സൗഖ്യം ശരീരത്തിലും മനസ്സിലും ആത്മാവിലും സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അടുത്ത എപ്പിസോഡും കാണുക. സദൃശവാക്യങ്ങൾ 4-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. ശ്രദ്ധ എന്ന് വരുമ്പോൾ തന്നെ ഹൃദയമാണ്. ഹൃദയം എന്ന് പറയുമ്പോൾ തന്നെ ഇന്ദ്രിയങ്ങളുമായിട്ട് ഹൃദയത്തിന് ബന്ധമുണ്ട്. എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായ്ക്കുക. കണ്ടോ, ഹൃദയം, ചെവി, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. കണ്ണ് വരുമ്പോൾ കാണുക മാത്രമല്ല, സങ്കല്പങ്ങളുണ്ട്. നമ്മൾ എന്താണ് സങ്കല്പിക്കുന്നത്, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. വചനം നിനക്ക് കിട്ടിയാൽ, വചനം നിനക്ക് വെളിപ്പെട്ട് കിട്ടിയാൽ, വചനം നിന്റെ കണ്ണിൽ നിറയുന്നു, ചെവിയിൽ നിറയുന്നു, വായിൽ നിറയുന്നു, ഹൃദയത്തിൽ നിറയുന്നു, രക്ഷപ്പെട്ടു. ഉറപ്പായിട്ട് നീ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ.
വീണ്ടും ഈ ഭാഗങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും. പ്രായോഗികമാക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാകുന്നു. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് ഓൾറെഡി കർത്താവ് നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് സ്വീകരിക്കുവാൻ തയ്യാറായാൽ മതി. ഈ വചനത്തിലേക്ക് ശ്രദ്ധ തിരിച്ചത് സ്വീകരിക്കുവാൻ തയ്യാറായാൽ മതി. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യങ്ങളെ അങ്ങ് അയക്കണം കർത്താവേ. അവരുടെ ആത്മാവിൽ സൗഖ്യം സംഭവിക്കട്ടെ, പ്രാണനിൽ സൗഖ്യം സംഭവിക്കട്ടെ, ശരീരത്തിൽ സൗഖ്യം സംഭവിക്കട്ടെ. യേശുക്രിസ്തുവിനെ ഇതുവരെയും രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറക്കുക. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. ഈ നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ ആത്മാവിൽ സൗഖ്യം സംഭവിക്കും. യേശുവിൻ നാമത്തിൽ ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സിൽ സൗഖ്യം സംഭവിക്കട്ടെ. ഭയം വിട്ടുപോകട്ടെ, പാനിക് ഡിസോർഡർ വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ വെപ്രാളം വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ ആകുലതകൾ വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ ഡിപ്രഷനിൽ നിന്ന് ചിലർ പുറത്തു വരട്ടെ. യേശുവിൻ നാമത്തിൽ അവരുടെ ശരീരങ്ങൾ സൗഖ്യമാകട്ടെ. ക്രോണിക് ഹെഡേക്ക് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മൈഗ്രെയിൻ ഹെഡേക്ക് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഓ റെസെറ്റിനി ലാമറിബി ജന സുഫാര ജൽഫ ഹിസൈനി അഥവർ ബൈസിക്കല ടൈൽ ബുറുഫാറ്റൽ റേക്കസെറ്റിൽ ലറമെസിക്ക നൈഫാറ സെന്റിൽ ലേറമൈറ്റലി നുഫേല ടേറെ ഹാസീൻ ഇല്ല വറേസി ആവാഷ്യത്തിനിയൽക്കര. രോഗികളുടെ മേൽ അങ്ങയുടെ കരം വരട്ടെ. അങ്ങയുടെ അത്ഭുതകരം ഇപ്പോൾ രോഗികളുടെ മേൽ വരട്ടെ. രോഗബാധകൾ അവരെ വിട്ടുപോകട്ടെ. മഹാത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. ആ യൂട്രസ് സംബന്ധമാകുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഫൈബ്രോയിഡുകൾ അപ്രത്യക്ഷമാകട്ടെ. യൂട്രസിന് റിമൂവ് ചെയ്യണമെന്നുള്ള സർജറി യേശുവിൻ നാമത്തിൽ ക്യാൻസലാകട്ടെ. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരെ അങ്ങ് വിടുവിക്കണമേ. മഹാത്ഭുതങ്ങൾ ചെയ്യണമേ. ഒരു വഴി അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണമേ. അത്ഭുത വഴി അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് കർത്താവേ, ആമേൻ, ഈ റിസഷൻ സമയത്ത് ജോലിയുടെ വഴികൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. എൻ്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഈ എപ്പിസോഡ് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ നിങ്ങൾ മറന്നു പോകരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സകലവിധമാകുന്ന ആശീർവാദങ്ങളാൽ നിറയുക. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.